ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 2 തക്കാളിയും പിന്നെ ഒരു മുട്ടയും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഞാൻ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബട്ടറിൽ തന്നെ ഇത് ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് ഓയിലിൽ ഉണ്ടാക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ബട്ടർ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതുപോലെ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളി അത്യാവശ്യം വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി, അത് മതിയെന്ന്. പക്ഷേങ്കിൽ ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അരിഞ്ഞ് നന്നായിട്ട് ഇതിലൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് കിട്ടുന്ന ആ ഒരു പാകം എത്തണം കേട്ടോ. അപ്പോൾ അതാണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പം ഇപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്, ബട്ടർ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ വേറൊരു കാര്യം ചേർക്കണമായിരുന്നു. പക്ഷെ ഞാൻ തക്കാളി അങ്ങ് ഇട്ടുപോയി. സാരമില്ല, ഇനി ചേർത്താലും മതി. അപ്പോൾ അതാണ്ട് 2 ഏലയ്ക്ക, 2 ഗ്രാമ്പു, 2 പട്ട ഇത് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ആദ്യം ഇത് ഇട്ട് കൊടുക്കണം, എന്നിട്ട് വേണം തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. തേങ്ങേൻ്റെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം, അത്രയും മതിയാവും. ഒരുപാട് നിറം ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ ദാണ്ട് ഒന്നായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഇനി ഞാൻ ഇതൊരു മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ പാത്രം തന്നെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടുത്തെ ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് വേറൊരു പണിയുണ്ട്. അപ്പോൾ ഈ പാനിലോട്ട് കുറച്ച് ബട്ടറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. പക്ഷേങ്കിൽ ഓയിലിൽ ഉണ്ടാക്കുന്ന കണക്കല്ല കേട്ടോ, ബട്ടറിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം ഒരു മീഡിയം സൈസ് സവാള എടുത്ത് കുനുകുനാന്ന് അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഈ സവാളയൊക്കെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കളർ ചെറുതായിട്ടൊന്ന് മാറണം, അതുവരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള കുറച്ചല്ലേ ഉള്ളൂ, പെട്ടെന്നൊന്ന് ആയി കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് അവിടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നേരത്തെ നമ്മൾ വഴറ്റിയെടുത്ത സംഭവമൊക്കെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പം ഞാൻ അതൊന്ന് അരയ്ക്കുന്ന പണിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ അതാണ്ട് നരച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ സവാളൊക്കെ ഏകദേശം ഒന്നായിട്ടുണ്ട്. ഞാൻ ഒരു കൈ കൊണ്ട് മിക്സിയിലും പിടിച്ച് ഒരു കൈ ഇതിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഇത്തിരി നേരം ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അടുക്കി പിടിച്ച് പെട്ടെന്ന് തന്നെ സവാളേൻ്റെ ഒരു ഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞ പോലെ ആവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അതാണ്ട് ഈ ഒരു ഇങ്ങനൊന്ന് കളർ മാറിയാൽ മതി. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂണൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചങ്ങോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ സോറി, 1 ടീസ്പൂൺ അല്ല കേട്ടോ, ഒരു 1.25 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി 1 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി നമുക്ക് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണേ. അപ്പോൾ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അതും കൂടെ ചേർക്കുമ്പോഴേക്കും നല്ലൊരു മണമൊക്കെ ഇങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ അതാണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം.
ഇപ്പോൾ അതാണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു അരക്കപ്പോളം വെള്ളം ഉണ്ടാവും. ഇനി നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കുറച്ചും കൂടെ വെള്ളം വേണമെന്നൊരു തോന്നൽ, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഗ്രേവി ഉള്ളതല്ലേ നല്ലത്. അപ്പോൾ പക്ഷേങ്കിൽ നല്ല കുറുകിയ തന്നെ കറിയായിട്ടാണ് ഇത് കിട്ടുന്നത്. കാര്യം നമ്മൾ അരപ്പൊക്കെ ചേർത്തേക്കുന്നത് തന്നെ കുറുകിയായിരിക്കും കറി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോമ്പായതിൻ്റെ പേരിൽ തന്നെ ഉപ്പ് നോക്കലൊന്നുമില്ല, നമ്മുടെ ഒരു കണക്കിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാണ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ട കണ്ടോളൂ, ഇതിൻ്റെ ഷേപ്പ് കണ്ടോ. ഇത് ഞാൻ ഇളക്കി, ഇതിൻ്റെ തൊലി മാത്രം തോട് മാത്രം ഇളകി വരാൻ ഭയങ്കര പാട്, പിന്നെ എങ്ങനെയൊക്കെ ഇളക്കിയെടുത്തതാണ് കേട്ടോ. അപ്പം എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഞാനൊന്ന് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലേൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കസൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ചേർത്തോളൂ കേട്ടോ. അത് ചേർക്കാൻ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ കറി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ മുട്ടയിലോട്ട് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. ഒരു 10 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. ഇപ്പോൾ ദാണ്ടെ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഗ്രേവിയൊക്കെ കുറച്ച് നല്ലപോലെ കുറുകി മുട്ടയിലൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഇങ്ങനെ തന്നെ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേങ്കിൽ കുറച്ച് ആർഭാടമായിക്കോട്ടെ എന്ന് കരുതി ഞാനിതിലേക്ക് കുറച്ച് നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു ആഡംബരത്തിന് ചേർത്ത്, എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ചേർത്തതാണ്. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയാൽ മതി. പിന്നെ അധികം നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സാക്കി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കറി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒരു വട്ടം ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. പിന്നെ ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫാക്കുകയാണ്. അപ്പം നോമ്പ് തുറക്കൊക്കെ എന്നും ചിക്കനും ബീഫും മട്ടനൊക്കെ കഴിച്ച് ഇങ്ങനെ മടുത്തിരിക്കുന്നവർക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അല്ലേ. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. നെഗറ്റീവ് കമൻറ്റ്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്, എങ്കിലും അഭിപ്രായം പറയണം കേട്ടോ. അപ്പം പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.